ജാപ്പനീസ് മാങ്ക സീരീസുകൾ വെച്ച് തന്നെ വളരെയധികം ഡാർക്ക്നെസ് നിറഞ്ഞൊരു ഫാൻറ്റസി ബേസ്ഡ് സ്റ്റോറി ലൈനുള്ളൊരു സീരീസാണ് ബെർസെർക്ക്. 1990-കൾ തൊട്ട് ഇറങ്ങി തുടങ്ങിയ ബെർസെർക്ക് ധാരാളം വോളിയൂംസ് ഇറങ്ങിയിട്ടുണ്ട്. സൈക്കോളജിക്കലി ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഇക്വാലിറ്റി ആണെങ്കിലും ജെൻഡർ ഒരു ഇതൊക്കെ ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് കാസ്റ്റ് എല്ലാം കൃത്യമായിട്ട് സോഷ്യലായി റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു മാങ്ക സീരീസാണ് നമ്മുടെ ബെർസെർക്ക്. ബെർസെർക്കിൻ്റെ ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ 1997-ലാണ് ആദ്യമായി ഒരു ആനിമേഷൻ അഡാപ്റ്റേഷൻ ഇറങ്ങുന്നത്. 97-98 കാലഘട്ടങ്ങളിൽ 25 എപ്പിസോഡ്സ് വെച്ചിട്ട് ഒരു തുടക്കം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു അഡൽട്ട് റേറ്റഡ് മാങ്ക സീരീസാണ്. അതുപോലെ തന്നെ ഈ ആനിമേറ്റഡ് സീരീസ് ഒരു അഡൽട്ട് റേറ്റഡ് തന്നെയാണ്. കാരണം വയലൻസ് മാത്രമല്ല മറ്റു പല ഇമോഷണൽ സൈക്കോളജിക്കൽ കുറച്ചേറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിപ്പം ഒരു സീരീസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഒരു പ്രത്യേക എപ്പിസോഡുകൾ കഴിയുമ്പോൾ തൊട്ട് പിന്നെ ഒരു ഡാർക്ക്നെസ് ഉണ്ട്. ഒരു പ്രോപ്പർ ലീനിയർ ഹാപ്പി ഗോയിങ് അല്ല. അതെന്തായാലും തുറക്കം തന്നെ പറയുകയാണ്. ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ കാണുമ്പോൾ കരുതും ഓക്കെ ഇതൊരു സാധാരണ ആനിമേഷൻ പോലെ തന്നെ ആയിരിക്കാമെന്ന് കരുതേണ്ട ആവശ്യമില്ല. കാരണം ഒരു വളരെ വ്യത്യസ്തമായൊരു സ്റ്റോറി ബേസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കാരണം അത്ര ഒരു സൈക്കോളജിക്കലിയും ആ ഒരു ഓഡിയൻസിനെ തിങ്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കഥ തന്നെയാണ്. ഒരു 8.7 റേറ്റിംഗ് ആണ് ഈ ഒരു സീരീസിന് ഫസ്റ്റ് 1997 ഇറങ്ങിയ സീരീസിന് ഉള്ളത്. കാരണം അത്രയും നല്ലൊരു ലീനിയറായിട്ട് കഥ പറയുന്നുണ്ട്. കറക്റ്റ് ഒരു പ്രോപ്പറായ രീതിയിൽ ഒരു ഓഡിയൻസിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡുകൾ കുറച്ചൊരു എനിക്കൊരു അത്ര ഇമ്മേഴ്സീവായിട്ടൊന്നും തോന്നിയില്ല. അത്രയധികം ഒരു കാരണം എന്താ പറയുക പഴയ ആനിമേഷനാണ്. പിന്നെ സാധാരണ ആനിമേഷൻസ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പൂച്ചയുടെ മുഖഷേപ്പുള്ള ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ ജാപ്പനീസ് പശ്ചാത്തലമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമായിട്ട് പെട്ടെന്നൊരു ചേഞ്ചാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ആനിമേഷൻ കാണുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു വളരെ ചേഞ്ചായിട്ട് ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിൽ തുടങ്ങുന്ന കഥ, പിന്നെ പഴയ എംപയർ, കിങ്ഡം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഒരു ആദ്യം തുടക്കത്തിൽ ഒരു കുറച്ചൊരു ലാഗിങ് അല്ല, ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയില്ല. പക്ഷെ കഥ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3 ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട് പറയാൻ വേണ്ടി എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഗട്സ്, ഗ്രിഫിൻത്ത്, കാസ്ക, ഈ 3 പേരുടെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ട്. അതുപോലെ ഈ 3 ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും ആ ഒരു കഥയിലേക്കുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും അത് വളരെ വളരെ നമ്മളെ ഓഡിയൻസിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കും. കാരണം ഈ 3 പേരും 3 ഡിഫറെൻറ്റ് ആൾക്കാർ തന്നെ ആക്ച്വലി. അപ്പം ഈ ഒരു 3 ഡിഫറെൻ്റ് ആൾക്കാരിലും ആ കഥ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. അതിൽ തന്നെ കുറേ ഡാർക്ക്നെസ് സംഭവിക്കുന്നു. അങ്ങനെ വളരെ വളരെ ഞാൻ പറഞ്ഞതിന് ഒത്തിരിയധികം സ്പോയിലേഴ്സാണ്. കാരണം എങ്ങനെ തുടങ്ങിയാലും സ്പോയിലേഴ്സാകുമെന്ന് തോന്നും. അതുകൊണ്ടാണ് അധികം തുടങ്ങാത്തത്. ഗട്സ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടന്നിരുന്ന ഒരു യുദ്ധ പോരാളിയായിരുന്നു. ഗട്സ് കുട്ടിക്കാലം തൊട്ടേ ഈ യുദ്ധത്തിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു 10-18 വയസ്സാകുന്ന സമയങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കണ്ടുമുട്ടുന്നൊരു ബാൻഡ് ഓഫ് ഫോക്സ്. അതിൻ്റെ എന്ന് വെച്ചാൽ ഇതൊരു വാടകയ്ക്ക് യുദ്ധം ചെയ്യുന്ന പോരാളികളാണ്. അവരുടെ ഒരു ഗ്യാങ് ആണ് ബാൻഡ് ഓഫ് ഫോക്സ്. അതിൻ്റെ നേതാവിനെ കണ്ടുമുട്ടുന്നു. ഗ്രിഫിൻത്ത് എന്ന നേതാവിനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഗ്രിഫിൻത്തിൻ്റെ ഒരു വലം കഴിയാണ് കാസ്ക എന്ന പെൺകുട്ടി. ആ ഒരു ഗ്യാങ്ങിൽ തന്നെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമണാണ്. വുമൺ എന്ന് പറയാം, വുമൺ തന്നെ പറയാം. കാരണം ഒരു ഫീമെയിൽ കുറച്ച് പേർക്കെല്ലാം ഒരു 10-18 വയസ്സ് പ്രായമുള്ള സമയത്ത് കാണുന്നതായിട്ടാണ് കഥ തുടങ്ങുന്നത്. അപ്പം അതിനുശേഷം ഇവരുടെ മുന്നിലേക്ക് പോകുന്ന ഈ ഗ്യാങ്ങിൻ്റെ കൂടെ ഗട്സ് ചേരുകയും ആ ഗ്യാങ്ങിൽ നിന്നും പിന്നീട് അങ്ങോട്ട് പോകുന്ന കഥയാണ് ഈ ഒരു ആനിമേഷനിൽ കാണിക്കുന്നത്. ലാസ്റ്റിലത്തെ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഡാർക്കാണ്. കാരണം എനിക്കിപ്പോഴും ആ ഒരു ഡാർക്ക്നെസ് ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ ഇത്രയും ഡാർക്കായിട്ടൊരു സീരീസിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കണ്ടത്. ഇപ്പോൾ വേറെ ഇഷ്ടംപോലെ സീരീസിലും വയലൻസ് ആണ് കൂടുതലും ബാക്കി എല്ലാ സീരീസിലും ഒരു ഇത് വരുന്നത്. പക്ഷേ ഇതൊരു ഇമോഷണലായിട്ട് നമ്മളെ പിടിച്ച് ഒന്ന് കുലുക്കുന്ന രീതിയിലത്തെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒരു ഡാർക്ക്നെസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ബെർസെർക്ക് 1997 കാണുക. നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. 9 മണിക്കൂറുകൾ നീണ്ടിരിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു 1 മണിക്കൂർ 40 മിനിറ്റോളം ജസ്റ്റ് സ്കിപ്പ് ചെയ്യാനുള്ളേ ഉള്ളൂ. കാരണം ഇൻട്രൊഡക്ഷനും റീക്യാപ്പും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്താൽ ഒരു 7-8 മണിക്കൂറിന് ഉള്ളിൽ തന്നെ തീരും 25 എപ്പിസോഡുകളും. വളരെയധികം നല്ല രസകരം എന്നല്ല പറയുന്നത്, കുറച്ച് ചിന്തിക്കാനും അതുപോലെ ഇമ്മർസീവ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ബെർസെർക്ക് കാണുക. നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിറാക്കിളാണ്.
കേരളത്തിൽ എവിടെയും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്സ് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ് മിറാക്കിൾ. സോ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ ഫ്രെയിംഡ് വർക്ക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാൻ വളരെ വിലക്കുറവിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് മിറാക്കിൾ. സോ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ID കൊടുക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ സ്ക്രീൻ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും ഡയറക്റ്റായിട്ട് IDയിലേക്ക് എത്താം. നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് ഓർഡറുകൾ മേടിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.